ഹലോ ഗൈസ്, ഇന്ന് അക്ഷതിനെയും കൊണ്ട് അക്ഷതിൻ്റെ അംഗൻവാടിയിലെ കലോത്സവമാണ്. അപ്പോൾ അതിന് നമ്മൾ കുമളി YMCA ഹാളിൽ വെച്ചിട്ടാണ് അവൻ്റെ പ്രോഗ്രാമൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അവരുടെ മുടിയൊന്ന് മൊട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നല്ല ചൊറിച്ചിലുണ്ട്. പിന്നെ അതുപോലെ അതുവിന് അത്യാവശ്യം നല്ലോണം പനിക്കുന്നുണ്ടായിരുന്നു, ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് മുടി വളരുന്ന ടൈമിലെല്ലാം നല്ല ജലദോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ആദുവിനെ മുട്ടയടിക്കുന്ന കൂട്ടത്തിൽ അക്ഷതിനെയും കൂടെ മുട്ട അടിച്ചേക്കാം എന്ന് വിചാരിച്ചു. ആദുവിൻ്റെ അത്യാവശ്യം നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ടായിരുന്നു. അവനതൊരു ഭയങ്കര ഇറിറ്റേഷനായിട്ടാണ് വരുന്നത്. അപ്പം ആദുവിനെ അക്ഷതിനെ മുട്ടയടിക്കാൻ കൊണ്ടുപോയി. ആദു വലിയ കാര്യത്തിൽ ഇരിക്കുകയാണ്, അവന് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അപ്പുറത്തൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ മുടിയൊക്കെ വെട്ടുന്ന കണ്ടിട്ട് ആദു അങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആദുവിനെ അറിയില്ല മുടി മുട്ടയടിക്കാനാന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ച് നന്നായിട്ട് ഇരിക്കും, കുഴപ്പമില്ല, ബഹളമൊന്നും ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരുന്നതാണ്. അതുപോലെ ആദുവിന് അത്യാവശ്യം നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും ഉച്ച കഴിഞ്ഞു. അപ്പോൾ ഏകദേശം അവൻ്റെ ടേൺ എത്തിയപ്പോഴത്തേക്കിനും അവൻ്റെ സ്വഭാവം മാറി. അത്യാവശ്യം നല്ലവണ്ണക്ക് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ വണ്ടിയുടെ ചാവിയൊക്കെ കൊടുത്തു അവന്. പിന്നെ അപ്പോൾ തന്നെ മുട്ടായിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും അടങ്ങിയിരുന്നു. എന്തായാലും മുട്ടയടിച്ചു. അപ്പം മുട്ട ആയപ്പോഴത്തേക്കിനും അവന് കണ്ണാടിയൊക്കെ നോക്കിയിട്ട് അവൻ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ അക്ഷതൂട്ടൻ്റെയാണ്. അക്ഷതൂട്ടന് ഇതൊന്നും വലിയൊരു പ്രശ്നമൊന്നും ഉള്ള കാര്യമില്ല. അക്ഷതൂട്ടനാണെങ്കിൽ എല്ലാ കാര്യവും അവൻ പണ്ട് മുതലേ അവനെല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് അവന് മനസ്സിലായി. അവനെയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു മുടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്ഷതിൻ്റെ മൂന്നാമത്തെ തവണയുള്ള മുട്ടയടിയാണ് കേട്ടോ. ആദ്യം പളനിയിൽ കൊണ്ടുപോയായിരുന്നു മുട്ട അടിച്ചത്. പിന്നെ കുഴപ്പമില്ല, അക്ഷത് ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അവൻ ഭയങ്കര സന്തോഷത്തിലാണ് മുടിയൊക്കെ എടുത്തപ്പോഴത്തേക്കിനും. എന്തായാലും കുറച്ച് നേരത്തേക്ക് അടങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടി.